നാളെ ധർമ്മടം മണ്ഡലത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു. അജീഷ്, കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? SKN മൂന്നാം തുടർ ഭരണം ലക്ഷ്യമിട്ടിറങ്ങുന്ന പിണറായി വിജയൻ നാളെ ധർമ്മടത്ത് മൂന്നാം ജനവിധി തേടുകയാണ്. നാളെയാണ് പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. രാവിലെ 11 മണിക്കാണ് തലശ്ശേരി രജിസ്ട്രാർ ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. വലിയ പ്രകടനത്തോടെയാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ന്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ധർമ്മടത്ത് ഇത് മൂന്നാം തവണയാണ് പിണറായി വിജയൻ അംഗത്തിനിറങ്ങുന്നത്. 7ാം തവണയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ജനവിധി തേടാനെത്തുന്നത്. എന്തായാലും വലിയ ആൾക്കൂട്ടം തന്നെയായിരുന്നു ഇന്ന് LDF-ന്റെ കൺവെൻഷനിൽ, ധർമ്മടത്ത് ചേർന്ന കൺവെൻഷനിൽ ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ തവണ നേടിയ 50,000 ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തവണ ധർമ്മടത്ത് വീണ്ടും പിണറായി വിജയൻ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അതിന്റെ സൂചനകളായിരുന്നു കഴിഞ്ഞ ദിവസം മട്ടന്നൂരിൽ നിന്ന് പിണറായിലേക്ക് നടന്ന ആ റാലി റോഡ് ഷോയിലും ഇന്ന് LDF-ന്റെ കൺവെൻഷനിലും കണ്ട ആൾക്കൂട്ടം. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. നാളെ 11 മണിക്കാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. തലശ്ശേരി രജിസ്ട്രാർ ഓഫീസിലാകും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇന്ന് അദ്ദേഹത്തിന് LDF കൺവെൻഷനിൽ വെച്ച് പത്തനാപുരം ഗാന്ധി ഭവൻ അന്തേവാസികൾ അദ്ദേഹത്തിന് കെട്ടിവെക്കാനുള്ള പണവും കൈമാറിയിരുന്നു. LDF കൺവെൻഷനിൽ വെച്ച് നാളെ 11 മണിക്ക് മുഖ്യമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. താങ്ക് യു അജീഷ് ജയകുമാർ. എന്തായാലും ധർമ്മടത്ത് നാമനിർദ്ദേശ പത്രിക നാളെ പിണറായി വിജയൻ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. അദ്ദേഹത്തിന് കെട്ടിവെക്കാനുള്ള പണം കൊടുക്കുന്നത് പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസികളാണ്. അവരെ കെട്ടിവെക്കാൻ പണം കൊടുത്തു. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും നമുക്ക് നാളെയും ഇത് തുടരുന്നുണ്ട്. എന്നാലും ആഷ്മി, നമ്മളിത് ശ്രദ്ധിച്ച പ്രേക്ഷകരോട് നമുക്ക് എന്തുവാ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത്? ഞാനൊരു എന്റെ തോന്നലേ പറഞ്ഞോട്ടെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപാട് വിവാദങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇനി ആകെ 11 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഒരുപാട് വിവാദങ്ങൾ സംഭവിക്കാനിരിക്കുന്നു. പക്ഷെ എന്റെ പാലക്കാട് ബൈ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിലെ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ബൈ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങുകളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും എന്റെ ഒരു അനുഭവം ഓർമ്മ വെച്ച് ഞാൻ പറയുന്നത്, ജനം ഇതിനോടകം ആർക്ക് വോട്ട് ചെയ്യണം തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന പ്രചരണ കാലയളവോ അല്ലെങ്കിൽ ഉണ്ടാവുന്ന വിവാദങ്ങളോ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഒന്നും അവരെ ബാധിച്ചിട്ടില്ലല്ലോ. ഞാൻ അവരെ സ്വാധീനിക്കാൻ ഇടയില്ല. ജനം ഇതിനോടകം തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുന്ന വളരെ ന്യൂനപക്ഷം ചെറിയ ശതമാനം ഉണ്ടാവുമായിരിക്കും. ഇതിനുശേഷം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പറയുന്ന വലിയ ബഹളത്തിൽ സ്വാധീനിക്കപ്പെടുന്നവർ. അതല്ലാതെ ബഹുഭൂരിപക്ഷം കേരളം ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ആരാണ് നമ്മളെ ഭരിക്കേണ്ടത്, ആരാവണം അടുത്ത മുഖ്യമന്ത്രി ഉറപ്പിച്ചതാണ്. ഞാൻ ആഷ്മിയോട് വളരെ സ്നേഹപൂർവ്വം വിയോജിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ വരെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ജനങ്ങളുടെ അവരുടെ സമ്മതിദാനാവകാശത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ കുറച്ച് ആൾക്കാരായിരിക്കാം എങ്കിൽ പോലും അത് ഇപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിയല്ല ഇപ്പോഴുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ വികസനം സംബന്ധിച്ച് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതേസമയം വളരെ പ്രധാനപ്പെട്ട ശബരിമല പോലെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ നേരത്തെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും അവസാന സമയങ്ങളിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ കേരളത്തിലെ വോട്ടറെ സ്വാധീനിക്കും എന്ന പക്ഷമാണ് എനിക്കുള്ളത്. പാലക്കാട് ബൈ ഇലക്ഷൻ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അവിടെ പോയി ഇറങ്ങിയപ്പോൾ മുതൽ അവിടുത്തെ UDF കാരനെതിരായിരുന്നു സകലമാന കാര്യങ്ങൾ. അവിടെ സരിന്റെ പൊട്ടിത്തെറി, മാരക ബഹളം, അടിനാശം, വെള്ളപ്പൊക്കം, ഒരുപാട് വിവാദങ്ങൾ, നീലപ്പെട്ടി, ഏറ്റവും ഒടുവിൽ സരിൻ ജയിക്കുമെന്ന് പറഞ്ഞവരുണ്ട്. BJP ഇഞ്ചോടിഞ്ച് ഒന്നും സംഭവിച്ചില്ല. അവിടെ എന്താണ് ചരിത്ര ഭൂരിപക്ഷത്തിൽ അവിടുത്തെ UDF സ്ഥാനം ജയിച്ചു. ജനം തീരുമാനിച്ചാണ്. എന്തായാലും ഗോപി പറഞ്ഞതുപോലെ ഏറ്റവും അവസാനം സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം പരിശോധിക്കുകയാണെങ്കിൽ വളരെ നേർത്തതാണ്. സുധാകരൻ പിടിവാശി പിടിക്കുന്ന കണ്ണൂരിൽ പോലും 1729 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കടന്നപ്പള്ളി രാമചന്ദ്രനുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത്തരം മണ്ഡലങ്ങളിൽ ഈ അവസാന നിമിഷം ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും സ്വാധീനിക്കുമെന്നതിൽ ഒരു തർക്കവും. തീർച്ചയായും എനിക്കും ഹാഷ്മിയോട് ആ കാര്യത്തിൽ വിയോജിപ്പുണ്ട്. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഏറ്റവും അവസാനത്തെ സംഭവങ്ങൾ പോലും സ്വാധീനിക്കും. കാരണം പല മണ്ഡലങ്ങളും, ഭൂരിപക്ഷം മണ്ഡലങ്ങളും ഏതാണ്ട് 5000-നടുത്തോ 1000-ന് താഴെ അങ്ങനെ ആ നിലയിലുള്ള ഭൂരിപക്ഷം, വളരെ തിൻ മാർജിൻ മാത്രമാണുള്ളത്. അവിടെ ഏതായാലും ഇത്തരം കാര്യങ്ങൾ, വോട്ടർമാരെ പല കാര്യങ്ങൾ, ഏറ്റവും അവസാനം സംഭവിക്കുന്ന കാര്യങ്ങൾ പോലും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് വോട്ടർമാർ വിധി നിർണായകമാണ്. അതോടൊപ്പം തന്നെ വിഷയങ്ങളും. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ആഷ്മി, സമയത്തിന്റെ പ്രശ്നമുണ്ട്. ഒറ്റവാചകം, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എന്റെ നിലവിൽ ഉറച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും
വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.